അബിൻ വർക്കി, എം മുകേഷുമായി ബന്ധപ്പെട്ട കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചപ്പോൾ മേൽക്കോടതിയിലേക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് സർക്കാർ എടുത്തിട്ടുള്ളത്. അതറിയാമല്ലോ. മാത്രമല്ല, ഇപ്പോൾ പുറത്തെ വെളിപ്പെടുത്തലുകൾ, അതിൽ ചില വ്യാജ വെളിപ്പെടുത്തലുകൾ എന്ന രൂപത്തിൽ വരുന്നതും ഉണ്ടാകാം. അങ്ങനെയെങ്കിൽ അത് കോടതിയിൽ തള്ളിപ്പോകും. അങ്ങനെ വരുമ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന മൊഴികളെയെല്ലാം ആ രൂപത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അങ്ങ് പുറന്തള്ളാൻ സാധിക്കും. ഇതാണോ സർക്കാർ പ്രതീക്ഷിച്ചത്, സർക്കാർ ആലോചിച്ചിരുന്നത്? സർക്കാർ ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ഒളിച്ചുകളി ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്ന് വളരെ വ്യക്തമായിട്ടിരിക്കുകയാണ്. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് അതിരൂക്ഷമായ വിമർശനമാണ്. കാരണം സർക്കാർ മൗനവും നിഷ്ക്രിയവുമായിരുന്നു, ഇനി അത് തുടരാൻ പാടില്ല എന്നുള്ളതും സർക്കാർ ഉദാസീനമായ നടപടിയാണ് ഈ വിഷയത്തിൽ എടുത്തത് എന്നുള്ളതും ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കോഗ്നിസബിൾ ഒഫൻസിൽ എന്ത് ഇൻവെസ്റ്റിഗേഷനാണ് നടത്തിയത് എന്നുള്ള ചോദ്യം ചോദിച്ചതും 3 കൊല്ലമായിട്ട് ഈ റിപ്പോർട്ട് എന്തിനാണ് പൂഴ്ത്തിവെച്ചിരുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സർക്കാരും പറഞ്ഞ എല്ലാ ന്യായീകരണങ്ങളും കോടതി അപ്പാടെ തള്ളി എന്നുള്ളതും സർക്കാർ ഇതിനകത്ത് ഒളിച്ചുകളി നടത്തിയിട്ടുണ്ട് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിവെക്കുന്നതുമാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നെ ഇതിനകത്ത് ശ്രീ രാഹുൽ ഈശ്വർ ഇവിടെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞ മാധ്യമങ്ങളോട് സംയമനം പുലർത്തണമെന്ന് പറഞ്ഞു, മാധ്യമങ്ങളെ കാണരുത്, SIT കാണരുത് എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അതിനകത്ത് വളരെ കൃത്യമായി ശ്രീ രാഹുൽ ഈശ്വർ ആ ജഡ്ജ്മെന്റിന്റെ കൃത്യമായ പേജ് പറയുവാണെങ്കിൽ 7ാമത്തെ പേജിൽ വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നുണ്ട്. വി മേക്ക് ഇറ്റ് ക്ലിയർ ഹൗഎവർ ദാറ്റ് ദ റെസ്ട്രിക്ഷൻ എഗെയിൻസ്റ്റ് ഗിവിംഗ് പ്രസ് കോൺഫറൻസസ് ഷാൽ നോട്ട് ബി സീൻ ആസ് പ്രിവെന്റിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫ്രം ഗിവിംഗ് സച്ച് ഇൻഫർമേഷൻ without mentioning the names of any person as would indicate the progress that they have made in their investigation. അതായത് ആ അന്വേഷണ സംഘം മാധ്യമങ്ങളോട് ഈ ആളുകളുടെ പേര് വെളിപ്പെടുത്താതെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായത്തിന്റെ ഭാഗത്ത് 7ാമത്തെ പേജിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇനി 2ാമത്തെ കാര്യം, ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വളരെ സുപ്രധാനമായ കാര്യം, ഞങ്ങൾ എന്നെന്നും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടിരുന്നത് ഒരു കോഗ്നിസബിൾ ഒഫൻസ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് FIR എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നുള്ളതാണ്. അത് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ നിന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി SITക്ക് കൊടുക്കണമെന്നുള്ളതും ആ SIT ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള കോഗ്നിസബിൾ ഒഫൻസ് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ നിയമം അനുസരിച്ച് അതിനകത്ത് അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തണമെന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കണം. പിന്നെ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 48ാമത്തെ പേജിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അതിനകത്ത് 32ാമത്തെ പേജിൽ മറ്റ് 116ാമത്തെ പേജിൽ ഉൾപ്പെടെയുള്ള വളരെ കൃത്യമായ ജസ്റ്റിസ് ഹേമ പറയുന്ന വളരെ സുപ്രധാനമായ ഒരു കാര്യമുണ്ട്. ഈ ഫീൽഡിൽ അല്ലെങ്കിൽ സിനിമാ ഫീൽഡിൽ എല്ലാവരും മോശക്കാരാണ് എന്നുള്ള ഒരു അഭിപ്രായം ജസ്റ്റിസ് ഹേമയ്ക്കുമില്ല, ഈ നടിമാർക്കുമില്ല, നമുക്ക് ആർക്കുമില്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയും വേണ്ട. പക്ഷെ ജസ്റ്റിസ് ഹേമ പറഞ്ഞ 2 അവസരത്തിൽ അവരെ മൊഴി നൽകിയവർക്കുമില്ല. ഞാൻ അതാണ് പറഞ്ഞു, ഈ നടിമാർക്കുമില്ല, മൊഴി നൽകിയവർക്കുമില്ല, നമുക്കുമില്ല, മാധ്യമങ്ങൾക്കുമില്ല, ആർക്കുമില്ല. വളരെ നന്നായിട്ട് പോയ സംവിധായകനെയും സഹസംവിധായകനെയും അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിപാദനം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അതല്ല അവിടുത്തെ വിഷയം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ 2 വളരെ കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് ഈ നടിമാർ എന്തുകൊണ്ട് ഇത് കേസിലേക്ക് പോയില്ല എന്നതിന്റെ കാരണം അവരങ്ങനെ കേസിന് പോയിട്ടുണ്ടെങ്കിൽ അവർ ആ ഫീൽഡിൽ നേരിടാൻ പോകുന്ന കോൺസിക്വൻസസ് അത് അതിഭീകരമാണ് എന്നുള്ളതും അത് അവർ സിനിമാ ഫീൽഡിൽ മാത്രമല്ല അവരുടെ കുടുംബജീവിതത്തിൽ ഉൾപ്പെടെ നേരിടാൻ പോകുന്ന കോൺസിക്വൻസസിന്റെ ഇന്റൻസിറ്റി അറിഞ്ഞിട്ട് ഞാൻ തന്നെ അന്തിച്ചു പോയി എന്നുള്ളതും അത് കേട്ടപ്പോൾ അവർ കേസിന് പോകാത്തതിൽ എനിക്ക് തന്നെ ഒരു അതിശയം തോന്നിയില്ല എന്ന് മാത്രമല്ല ഐ ആം ഓൾസോ സാറ്റിസ്ഫൈഡ് ദാറ്റ് എന്നുള്ള വാക്കാണ് കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ സിനിമാ മേഖലയിൽ നടക്കുന്ന മാഫിയകളുടെ പ്രവർത്തനം ഏത് തലത്തിലാണ് എന്നുള്ളത് ജസ്റ്റിസ് ഹേമ വളരെ കൃത്യമായി അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കിത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കാണുന്ന ഒരു സർക്കാരാണെങ്കിൽ ശ്രീ രാഹുൽ ഈശ്വർ 2020 കിട്ടിയ ഈ റിപ്പോർട്ട് 2024 വരെ പൂത്തിവെക്കുമോ? 2020 കൊടുത്ത ഈ റിപ്പോർട്ടിൽ ഇത്ര ക്രൂഷ്യലായ ചില സ്റ്റേറ്റ്മെന്റുകളും കോഗ്നിസബിൾ ഒഫൻസും ഉണ്ടെങ്കിൽ അതിനകത്തൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കില്ലായിരുന്നു. ആ 2020 കിട്ടിയ റിപ്പോർട്ടിൽ ആ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരാൾക്കെതിരെ ഞാൻ എല്ലാ ആരോപണങ്ങളും ശരിയാണ് എന്നുള്ളൊരു വാദഗതി ഇവിടെ പറയുന്നില്ല. ഞാനത് മുന്നത്തെ ചർച്ചയിലും ഞങ്ങളുടെ പ്രതിനിധികളും പാർട്ടിയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പലതും കൺസെൻഷ്വൽ ആയിട്ടുള്ള സെക്ഷുവൽ റിലേഷനുകൾ ആവാം,
പക്ഷേ സെക്ഷുവൽ എക്സ്പ്ലോയിറ്റേഷൻ നടന്ന ഒരു കേസാണുള്ളെങ്കിൽ പോലും, ഞാൻ വീണ്ടും പറഞ്ഞു, ഒരെണ്ണമാണുള്ളതെങ്കിൽ പോലും ആ ഒരെണ്ണത്തിലെ കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിച്ചാൽ പിന്നെ ഒന്നും ആ മേഖലയിൽ ഉണ്ടാവില്ലായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഈ സർക്കാർ എന്ത് ചെയ്തു? ഈ കഴിഞ്ഞ 4.5 കൊല്ലമായി സർക്കാർ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനുണ്ടാക്കിയോ? എന്തിനു ഏറെ പറയുന്നു? ആ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള എന്തെങ്കിലും ഒരു നടപടി ഈ സർക്കാർ എടുത്തോ? ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടായിരുന്നുവെങ്കിൽ ശ്രീ രാഹുൽ ഈശ്വർ ഇന്ന് വരുന്ന ഈ ആരോപണങ്ങൾ അവരുടെ വിക്ടിമിന്റെ പേരും പുറത്തു വരണ്ടായിരുന്നു, അക്യൂസ്ഡിന്റെ പേരും പുറത്തു വരണ്ടായിരുന്നു. ഇവർക്ക് നേരാവണ്ണം പോയി ഒരു പരാതി കൊടുത്ത് ഇതിനകത്ത് അന്വേഷണം നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നല്ലോ. അപ്പോ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അനാസ്ഥയാണ്. സർക്കാർ ഇതിനകത്ത് കൃത്യമായ ഒളിച്ചുകളിയാണ് നടത്തിയിരിക്കുന്നത്. ആ ഒളിച്ചുകളി കോടതി ഇവിടെ തച്ചുടച്ചിരിക്കുന്നതിന്റെ കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. അതിരൂക്ഷമായ വിമർശനത്തിലൂടെ തച്ചുടച്ചിരിക്കുകയാണ്. ഞങ്ങൾ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള SIT അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ അത് വളരെ പ്രതീക്ഷാപൂർവ്വം കാണുകയാണ്. മലയാള സിനിമാ മേഖലയിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തന്നെ നല്ല ഇടപെടലുകൾ നടത്തണമെന്നുണ്ടെങ്കിൽ പഴയ വിഷയങ്ങളിൽ മാതൃകാപരമായ ശിക്ഷണ നടപടികൾ ഉണ്ടായാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കുകയുള്ളൂ. അത് തന്നെയാണ് വേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.